മഴ 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 മഴ. എനിക്ക് ഒരു അബദ്ധം പറ്റി. ഞാൻ ഈ മഴ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. പക്ഷേ ഇതിൻ്റെ എന്താ പറയുന്നത്, വീഡിയോ ഓണാക്കിയില്ലായിരുന്നു. ഞാനിങ്ങനെ പഴംപുരാണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് നോക്കിയപ്പോൾ അത് ഓണാക്കിയില്ല. വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ മഴ എന്താ പറയുന്നത്, ഞാനിങ്ങനെ നടന്നിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു മഴ, ഇങ്ങനെ ചാറാൻ പോലും സമയമില്ല. ഓടിച്ചിങ്ങനെ പൈപ്പ് തുറന്ന പോലെ മഴ. ഒരു കണക്കിൽ ഞാൻ ഇങ്ങോട്ട് ചാരി കയറി നിന്നു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ശരീരത്തിൽ അല്പം ഒരു ഉണക്ക് കൈക്കൊക്കെ വന്നപ്പോൾ ഞാൻ ഫോണെടുത്ത് പതുക്കെ ഇതൊന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു. നല്ല മഴയാണ്. എറണാകുളം ജില്ലയിൽ ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയത് ഒരു വന്നു പ്രതീക്ഷിതമായി. പണ്ടൊക്കെ ഈ മഴ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നേരെ മഴയത്തോട്ട് ചാടും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മഴയത്ത് കുളിക്കുന്നത്. പിന്നെ നനഞ്ഞ് ഇതാവും. ഈ ആയുർവേദത്തിൽ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മഴ വരുമ്പോൾ അല്ലെങ്കിൽ നനയുമ്പോൾ, നമ്മുടെ ദേഹത്ത് നനയുവാണെങ്കിൽ നന്നായിട്ട് നനയണം. നമുക്ക് തണുത്ത് വിറയ്ക്കുന്ന പോലെ നനയണം. നല്ല ഇടിച്ചു കുത്തിയ മഴയാണ്, ഭയങ്കര കാറ്റ്, അതിശക്തമായ കാറ്റ്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന പോലെ നമ്മൾ തണുത്ത് വിറയ്ക്കുന്ന പോലെ നനയുവാണെങ്കിൽ നമുക്ക് പനി പിടിക്കുകയില്ല. നമുക്ക് പനി പിടിക്കുന്നതിൻ്റെ കാരണം, നമ്മൾ ചെറിയ മഴ നനഞ്ഞ് തലയിൽ ഒരു 2 തുള്ളി വെള്ളം വീണ് ഓടി നമ്മൾ എവിടെയെങ്കിലും കയറി ഇറയത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഴ പെട്ടെന്ന് നമുക്ക് പനി ഉളവാക്കുന്നത്. മഴയത്തിറങ്ങരുത്, പനി പിടിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേസമയം ഒരു മഴ നനയുവാണെങ്കിൽ, നനഞ്ഞ് കുതിർന്ന് വിറയ്ക്കുന്ന രീതിയിൽ കുതിരുവാണെങ്കിൽ, നനയുവാണെങ്കിൽ നമുക്കൊരു കാരണവശാലും ഇത് വരത്തില്ല, പനി വരത്തില്ല, മറ്റ് ജലദോഷമോ തുമ്മലോ വരത്തില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൊച്ച് ജനിച്ചൊരിച്ചിരി നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ നനയുന്നത് വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തറിയാവോ, കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തല തുറക്കത്തില്ല. 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്, 1.5 വയസ്സായപ്പോൾ തൊട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ തല തുടയ്ക്കത്തില്ല. വെറുതെ ഇങ്ങനെ ഒപ്പിയൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കൈകൊണ്ടങ്ങ് തുടച്ച് വിടും, ഒപ്പി വിടും. തോർത്തത്തില്ല, തല തോർത്തത്തില്ല, ദേഹവും തുടയ്ക്കത്തില്ല. അങ്ങനെ നിന്നാൽ ഉടങ്ങിയെടുക്കും. അപ്പം അവന് നല്ല ആരോഗ്യവും നല്ല എന്താ പറയുന്നത്, തണുപ്പോ ഇതൊക്കെ അടിച്ചാൽ അവന് പനി വരുമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഒരു തുമ്മൽ പോലും അങ്ങനെ വരാറില്ല. കുളിക്കുമ്പം പിള്ളേർ വെള്ളത്തിൽ കളിക്കും. അപ്പോൾ നമ്മളിവരെ അടിക്കും. അപ്പം വെള്ളത്തിൽ കളി മാറിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവർ പിന്നെ നമ്മൾ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഇവർക്ക് താല്പര്യമില്ല. അതിനോടൊരു ഭയവും പേടിയൊക്കെ വന്ന് കുളിക്കാതാകും. അതേസമയം വെള്ളത്തിൽ കളിക്കുമ്പോൾ നന്നായിട്ട് നനഞ്ഞു കുളിക്കാനൊന്ന് പഠിപ്പിച്ചേ പിള്ളേർക്ക് ഒരു പനിയോ ജലദോഷമോ